ഇതൊരു റിവ്യൂ ആയിട്ട് കണക്കൂട്ടാൻ പറ്റത്തില്ല. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഒരു സിനിമ കണ്ടപ്പം നമ്മൾ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും കണ്ടിട്ടുള്ള കോമ്പറ്റീഷൻ, ഇൻ്റർ സ്കൂളായാലും ഇൻ്റർ കോളേജ് കോമ്പറ്റീഷൻസിലായാലും ഞാനൊരു ചാമ്പ്യനോ അല്ലെങ്കിൽ ആ റിങ്ങിനകത്ത് കയറി പോവുകയോ അല്ലെങ്കിൽ ട്രാക്കിലോടെയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷേ ക്രൗഡിനകത്ത് നിന്ന് കൈയടിക്കുകയും രോമാഞ്ചം കൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരായ സ്ഥിതിക്ക് നമുക്ക് ആ ഒരു ദിവസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വളരെ മികച്ചൊരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഇത് ഒരു ടിപ്പിക്കൽ സ്പോർട്സ് മൂവിയായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന രീതിയിലുള്ളൊരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു കൺവിക്ഷനോട് കൂടി ക്ലൈമാക്സിൽ വലിയൊരു വമ്പം മാച്ച് നടത്തി ജയിക്കുകയോ തോക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനിമയല്ല ആലപ്പുഴ ജിംഖാന. അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷനിൽ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇല്ല, സ്കൂളിലെ പയ്യന്മാർ വരും, ഒടുക്കത്തെ ഓട്ടമാണ്, അവന്മാർ വന്നു കഴിഞ്ഞാൽ ലോങ് ജമ്പ് എല്ലാം അവന്മാർ കൊണ്ടുപോകും. ആ ഒരു രീതിയിൽ നമുക്ക് എന്താ പറയുന്നത്, എല്ലാവരുടെയും പെർഫോമൻസ് കാണാൻ പറ്റും. എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും, അതായത് മെയിൻ ക്യാരക്ടറിൻ്റെ ഇടി മാത്രം കാണിക്കാതെ നമ്മളെ കൂടെയുള്ള സബ് ക്യാരക്ടേഴ്സിൻ്റെ ഇടി കാണിക്കുക, അതുപോലെ തന്നെ തോക്കുന്നത് കാണിക്കുക, ജയിക്കുന്നത് ഏത് രീതിയിലാണ്, ഫ്ലൂക്കിൽ ജയിക്കുന്നത് കാണിക്കുക, കോമഡി ആയിട്ട് ജയിക്കുന്നത് കാണിക്കുക, എന്നാൽ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഫൈറ്റ് കാണിക്കുക. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ എക്സ്പീരിയൻസസും കുറേ ഓർമ്മകളും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് എടുത്തിട്ടുള്ള ഒരു സ്പോർട്സ് കോമഡി മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആലപ്പുഴ ജിംഖാന. ഓപ്പണിങ്ങിൽ തന്നെ ഏകദേശം ഒരു 2 to 3 മിനിറ്റ്സിൽ തന്നെ ഫുൾ സ്റ്റോറിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് പടം ടേക്ക് ഓഫ് ചെയ്ത് പോവുകയാണ്, പടത്തിൻ്റെ ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു കൺവിക്ഷനോടെ ഒരു ഭയങ്കര ഒരു സ്പോർട്സ് ഡ്രാമ ഫീൽ ചെയ്ത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഓഡിയൻസിന് ചിലപ്പം ഈ ഒരു സിനിമ വർക്കൗട്ടായെന്ന് വരത്തില്ല. കാരണം ഫസ്റ്റ് കണ്ട് ഇറങ്ങിയ ശേഷം എനിക്ക് ഇനീഷ്യലി എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് തോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര വർക്കൗട്ടായില്ല. ഇത് ആക്ച്വലി ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചു എന്നോ അല്ലെങ്കിൽ എൻ്റെ ഈ പടത്തിനെക്കുറിച്ചുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഡിഫറെൻ്റ് ആയിരുന്നു, അങ്ങനെയൊക്കെ തോന്നിപ്പോകും. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ആ ഒരു വല്ലാത്തൊരു ഇടിയായിരുന്നു, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഈ നമ്മൾ ഈ തോട്ട വീഴുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പിന്നീട് എനിക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത് അതിൻ്റെ ആ ഒരു ലോക്കൽ സെറ്റിംഗ് ആണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഉണ്ടായിരുന്നത്. റോഡ്സ് ആയിക്കോട്ടെ, അവിടുത്തെ സ്ലാങ്ങും പാട്ടുകൾ വിഷ്ണു വിജയ് കമ്പോസ് ചെയ്തതായിക്കോട്ടെ, ഓവറോൾ നോക്കി കഴിഞ്ഞാൽ അതൊരു വളരെ മികച്ച ഒരു വർക്കായിരുന്നു. Sometimes we forget how much we learn by just watching others fight their battles. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്വെറ്റും ഫിയറും ചിലപ്പം ആ പെട്ടെന്ന് വരുന്ന പ്ലെയിൻ ഗട്ട്സും ആ ഒരു എന്താ പറയുന്നത്, വേണ്ട ഒരു കളി വേണ്ടെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു പേടിയുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഭീഷണികൾ ചിലപ്പോൾ നമ്മൾ ഈ കോളേജ് മത്സരങ്ങളിൽ പോയിട്ടുള്ളപ്പം പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ഇതുപോലെ സിമിലറായിട്ടുള്ള കുറച്ച് കോമഡി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സ്പോർട്സ് മൂവീസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബെൻഡ് ഇറ്റ് ലൈക്ക് ബെക്കാം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. എഡി ദ ഈഗിൾ, കൂൾ റണ്ണിങ്സ്, ദ പീനട്ട് ബട്ടർ ഫാൽക്കൺ, ദ വേ ബാക്ക്, ഇതെല്ലാം ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പടങ്ങളിൽ കൺവിക്ഷൻ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ബട്ട് കൂടുതലും ലൈറ്റ് ഹാർട്ടഡ് കോമഡി, ഔട്ട്റേജസും ഈ 2 ടീം ബസ്സസ് ഉള്ള അങ്ങനെ രീതിയിൽ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാതെ യെറ്റ് എന്താ പറയുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് ടേക്കോട് കൂടി എടുത്തിട്ടുള്ള കോമഡി, എന്താ പറയുക, സ്പോർട്സ് കോമഡി ഡ്രാമാസ് എന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങൾക്കും ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്കൂൾ സ്പോർട്സ് ഏതെങ്കിലും കോളേജിലുള്ള മെമ്മറീസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. ഐ വുഡ് ലൈക്ക് ടു റീഡ് അബൌട്ട് ദം. ആൻഡ് ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ചില പേഴ്സണൽ ടേക്സ് വരുന്നു, കാത്തിരിക്കും.